വീടിന് മുന്നിൽ ബുള്ളറ്റ് നിർത്തി ശിവ കോളിംഗ് ബെൽ അടിച്ചുകൊണ്ട് സിറ്റ്ഔട്ടിലേക്ക് കയറി. മിത്ര ഡോർ തുറക്കുന്നതും കാത്തുകൊണ്ട്. പക്ഷേ അവൾ ഡോർ തുറന്നില്ല. പിന്നെയും വാതിലിൽ 2 തവണ കൊട്ടിയതും വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന മിത്രയെ കണ്ട് അവന് ഒരു വേള സങ്കടം തോന്നി. അവൾ നന്നായി കരഞ്ഞിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. കണ്ണൊക്കെ കലങ്ങി, കൺതടം വീങ്ങിയിട്ടുണ്ട്, മുഖമാകെ ചുവന്നിട്ടുണ്ട്. നേരത്തെ പുറത്തുപോകാനായിട്ടിരുന്ന ചുരിദാർ മാറ്റി ഒരു ടീഷർട്ടും സ്കേർട്ടും എടുത്ത് ഇട്ടിട്ടുമുണ്ട്. അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അതുകൂടി കണ്ടതും ശിവയ്ക്ക് സഹിക്കാൻ കഴിയാത്ത വേദന തോന്നി. അവൻ അകത്തേക്ക് കയറി ജഗ്ഗിൽ നിന്നും വെള്ളമെടുത്തു കുടിച്ചു. അവൾ അവനെ തന്നെ നോക്കി നിന്നു. കഴിക്കാൻ എടുക്കട്ടെ ശിവേട്ടാ? കണ്ണുകൾ കലങ്ങിയിരുന്നപ്പോഴും അവൾ ചുണ്ടിലൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവനോട് ചോദിച്ചു. അവൻ ജഗ്ഗ് ടേബിളിൽ വെച്ചു. ശിവ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവളെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് അമർത്തി പൊതിഞ്ഞു പിടിച്ചു. മിത്രയുടെ കണ്ണിൽ നിന്നും മറച്ചു പിടിച്ച കണ്ണുനീർ ഒഴുകിയിറങ്ങി. ശിവ അവളുടെ നെറുകയിൽ അമർത്തി ചുംബിച്ചു. സോറി, അവൻ മൃദുവായ സ്വരത്തിൽ പറഞ്ഞു. അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അവൻ്റെ നെഞ്ചിൽ തന്നെ അങ്ങനെ നിന്നവൾ. അവളുടെ മൗനത്തിൽ അവന് വേദന തോന്നി. അവൻ്റെ കണ്ണുകൾ കലങ്ങി. മിത്ര, നീയെന്താ ഒന്നും മിണ്ടാത്തത്? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവൾ അവൻ്റെ കൈകൾ വേർപെടുത്തി അവനിൽ നിന്നും അകന്നു നിന്നു. അത് കണ്ട് അവൻ്റെ നെറ്റി ചുളിഞ്ഞു. മിത്ര കണ്ണുകൾ അമർത്തി തുടച്ചു. അവൻ അവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കാനെടുക്കാം. അവൾ അത്രയും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടക്കാനൊരുങ്ങി. പെട്ടെന്ന് ശിവ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. അവൾ അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു. എനിക്ക് കഴിക്കാനൊന്നും വേണ്ട, എനിക്ക് നിന്നോട് സംസാരിക്കണം, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അവൾ തിരിഞ്ഞു നിന്ന് അവൻ്റെ കയ്യിൽ നിന്നും അവളുടെ കൈകളെ വേർപെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതിനനുസരിച്ച് അവൻ്റെ കൈകൾ കൂടുതൽ അവളിൽ മുറുകിക്കൊണ്ടിരുന്നു. മിത്ര, നീ വെറുതെ വാശി കാണിക്കരുത്. എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ട് നീ എന്താ അത് കേട്ട ഭാവം നടിക്കാതെ പോകുന്നത്? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. എനിക്കൊന്നും സംസാരിക്കാനില്ല, എന്നെ വിട്, അവൾ വീണ്ടും അവളുടെ കൈകളെ വിടുവിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ശിവ ദേഷ്യത്തോടെ അവളുടെ കൈവിട്ട് ഹാളിലേക്ക് നടന്നു. മിത്ര അവനെ തന്നെ നോക്കി നിന്നു. ശിവ മുന്നിലേക്ക് ചെന്ന് ഹാളിലെ വാതിലടച്ച് കുറ്റിയിട്ട് അവൾക്ക് നേരെ ദേഷ്യത്തോടെ തിരിഞ്ഞു നിന്നു. അവൻ്റെ ദേഷ്യം കണ്ടതും അവൾക്ക് പേടി തോന്നിയെങ്കിലും അവൾ അത് മറച്ചു പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടക്കാനൊരുങ്ങി. പക്ഷേ പെട്ടെന്ന് അവൾ നിലത്തുനിന്നും ഉയരുന്നതുപോലെ അവൾക്ക് തോന്നി. അവൾ പേടിയോടെ അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി. ശിവയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. മിത്ര കണ്ണു തുറന്ന് അവനെ നോക്കി. തന്നെ കൈകളിൽ കോരിയെടുത്ത് മുന്നോട്ട് നടക്കുന്ന അവനെ കാണെ എന്തിനോ അവളുടെ ശരീരം വിറച്ചുകൊണ്ടിരുന്നു. വിട്, എന്നെ താഴെയിറക്ക്, അവൾ അവനിൽ നിന്നും കുതറിക്കൊണ്ട് പറഞ്ഞു. അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അതോടെ അവളൊന്നും മിണ്ടാതെ അങ്ങനെ തന്നെ അവൻ്റെ കയ്യിൽ കിടന്നു. ശിവ നേരെ അവൻ്റെ റൂമിലേക്കാണ് അവളെ കൊണ്ട് പോയത്. അവളെ ബെഡിലേക്ക് ചായച്ചു കിടത്തി അവനൊന്ന് നിവർന്നു നിന്നു. ആ സമയം കൊണ്ട് മിത്ര ബെഡിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. കിടക്കടി അവിടെ, അവൻ്റെ ശബ്ദം അവൾക്ക് നേരെ ഉയർന്നു. മിത്ര അവനെ പേടിയോടെ നോക്കി. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു. അവൾ പേടിയോടെ ബെഡിലേക്ക് തന്നെ കിടന്നു. ശിവ അവളെ ഒന്ന് നോക്കി അമർത്തി മൂളിക്കൊണ്ട് അവൻ്റെ ഷർട്ട് അഴിച്ചു മാറ്റി നിലത്തേക്കിട്ടു. മിത്രയുടെ കണ്ണ് മിഴിഞ്ഞുപോയി. എന്തു ചെയ്യാൻ പോവാ? അവൾ കണ്ണ് മിഴിച്ചുകൊണ്ട് ചോദിച്ചു. ശിവയുടെ കണ്ണിൽ കുറുമ്പ്. അവൻ ഒന്നും മിണ്ടാതെ അവൾക്കടുത്തേക്ക് കമഴ്ന്നു കിടന്നുകൊണ്ട് അവളുടെ വയറിലൂടെ കൈ ചുറ്റി പെട്ടെന്ന് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവൾ പറഞ്ഞു. അവൾ വിറയലോടെ അവനെ നോക്കുമ്പോഴേക്കും അവൻ്റെ പല്ലുകൾ അവളുടെ കഴുത്തിൽ ആഴത്തിൽ അമർന്നു കഴിഞ്ഞിരുന്നു. ദത്തേട്ടാ, അവൾ വേദനയോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ തലമുടിയിൽ പിടിച്ച് അമർത്തി വലിച്ചു. അവളുടെ വിളി കേൾക്കെ അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് മുഖമുയർത്തി നോക്കി. പിടച്ചിലോടെ അവനെ നോക്കുന്നവളുടെ ചുണ്ടിൽ അതേ നിമിഷം തന്നെ അവൻ്റെ ചുണ്ടുകളും അമർന്നു കഴിഞ്ഞിരുന്നു. മിത്ര കുറുകി. അവൻ അവളുടെ ചുണ്ടുകളെ വെറുതെ ഒന്ന് നുണഞ്ഞു വിട്ടുകൊണ്ട് മുഖം അവളുടെ കഴുത്തിലേക്ക് അരിച്ചിറക്കി. അവളുടെ കൈകൾ അവളുടെ സ്കേർട്ടിൽ മുറുകി.
അവൻ്റെ മുഖം ടീഷർട്ട് താഴേക്ക് നീങ്ങിയപ്പോൾ വെളിവായി കണ്ട അവളുടെ മാറൻ ചുഴിയിൽ പതിയെ ഒന്ന് അമർന്നതും പിടഞ്ഞു പൊങ്ങിയവൾ അവൻ്റെ തലമുടിയിൽ പിടുത്തമിട്ടുകൊണ്ട് അവൻ്റെ മുഖം പിടിച്ചുയർത്തി. ശിവ കുറുമ്പോടെ അവളെ നോക്കി. ആകെ വിയർത്തു കുളിച്ചിട്ടുണ്ട് പെണ്ണ്. നീ വിയർക്കുന്നു മിത്ര, അവൻ കുസൃതിയോടെ പറഞ്ഞു. ഒപ്പം കഴുത്തിൽ അവൻ കടിച്ചപ്പോൾ തെളിഞ്ഞു വന്ന പാടിലും ഒന്ന് തലോടി. അവൾ എരിവ് വലിച്ചു. അവൻ അവിടെ ഒന്നുകൂടി ചുംബിച്ചുകൊണ്ട് അവളിൽ നിന്നും അകന്ന് ബെഡിലേക്ക് മലർന്നു കിടന്നു. മിത്ര കിതയ്ക്കുകയായിരുന്നു. അവൻ്റെ പല്ലുകൾ അവളുടെ കഴുത്തിൽ നൽകിയ പാടിൽ അവൾ പതിയെ ഒന്ന് തലോടി. അവളുടെ മുഖം ചുവന്നിരുന്നെങ്കിലും കണ്ണുകൾ കലങ്ങിയിരുന്നു. ശിവ അവളെ തന്നെ നോക്കി കിടക്കുകയായിരുന്നു. ആ സമയം അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവൻ പെട്ടെന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈചുറ്റി അവളെ അവൻ്റെ അടുത്തേക്ക് വലിച്ചു. മിത്ര ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അവൻ അവളുടെ ടീഷർട്ട് ഒന്ന് ഉയർത്തി അവളുടെ നഗ്നമായ ഇടുപ്പിലൊന്ന് അമർത്തിക്കൊണ്ട് അവളെ ഉയർത്തി അവൻ്റെ നെഞ്ചിലേക്ക് കിടത്തി. മിത്രയ്ക്ക് ശരീരത്തിലൊന്നാകെ ഒരു തരിപ്പു തോന്നി. അവൾ അവനെ മിഴിച്ചു നോക്കി. അവൻ്റെ മുഖത്തും ഒരു പതർച്ചയുണ്ട്. എന്നാൽ അവൻ പെട്ടെന്ന് തന്നെ അത് മറച്ചു പിടിച്ചുകൊണ്ട് അവളുടെ മുഖം അവൻ്റെ നഗ്നമായ നെഞ്ചിൽ അമർത്തിവെച്ചു. അപ്പോഴും അവൻ്റെ കൈകൾ അവളുടെ നഗ്നമായ അരക്കെട്ടിൽ തലോടുന്നുണ്ടായിരുന്നു. അവനൊന്ന് പുഞ്ചിരിച്ചു. പിണങ്ങിയോ നീ എന്നോട്? അവൻ ആർദ്രമായ ശബ്ദത്തിൽ അവളോട് ചോദിച്ചു. ഇല്ല, അവൾ പതിയെ മറുപടി പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവ അവൻ്റെ നഗ്നമായ നെഞ്ചിൽ പതിച്ചുകൊണ്ടിരുന്നു. ശിവയ്ക്ക് സങ്കടം തോന്നി. അവൻ അവളെ ഒന്നുകൂടി ചേർത്തു പിടിച്ചു. സോറി മിത്ര, ഞാൻ നിന്നെക്കൊണ്ട് പുറത്തു പോകണമെന്ന് കരുതി തന്നെ നിന്നിരുന്നു. പക്ഷേ അപ്പോഴേക്കും കാശി വിളിച്ചു എന്നെ. അത്രേ അർജൻറ്റ് കാര്യമായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോയത്, അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. അവൾ കണ്ണു തുടച്ചുകൊണ്ട് സംശയത്തോടെ അവനെ നോക്കി. അതേടി, അത് അജുവിന് ചെറിയൊരു ആക്സിഡൻറ്റ്. അപ്പോൾ പെട്ടെന്ന് കാശ് വിളിച്ചപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ നീ പോവല്ലേന്ന് കൂടെ ചോദിച്ച് വന്നപ്പോഴേക്കും എല്ലാ ദേഷ്യം കൂടി നിന്നോട് തീർത്തു. സോറി, അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി, അവൻ കുറ്റബോധത്തോടെ പറഞ്ഞു. അയ്യോ, അജുവേട്ടന് എന്താ പറ്റിയേ? അവൻ പറഞ്ഞ മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അവൾ ഇതുമാത്രമാണ് അവനോട് ചോദിച്ചത്. ശിവ അത്ഭുതത്തോടെ അവളെ നോക്കി. ഇത്രയും നേരമുണ്ടായിരുന്ന അവളുടെ കണ്ണിലെ വേദനയും തന്നോടുള്ള ദേഷ്യവും ഇപ്പോൾ അവിടെ കാണാനില്ല. ആ കണ്ണുകളിൽ ഇപ്പോൾ ഉള്ളത് ആകുലത മാത്രമാണ്. അവൻ ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കിടന്നു. എന്തോന്ന് പറയാത്തേ? എന്താ പറ്റി ദത്തേട്ടാ അജുവേട്ടന്? എങ്ങനെയാ ആക്സിഡൻ്റ് ആയത്? അവൾ ആകുലതയോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, അത് പിന്നെ അവൻ ബൈക്ക് പോകുമ്പോൾ ചെറുതായൊന്ന് വണ്ടി തന്നിയതാ, അത്രേ ഉള്ളൂ. ശിവ പെട്ടെന്ന് വായിൽ വന്നൊരു കള്ളം അവളോട് പറഞ്ഞു. മൈക്കിളിനെ കുറിച്ച് അവളോട് പറയാൻ എന്തുകൊണ്ടോ അവന് തോന്നിയില്ല. അവൾക്ക് മൈക്കിളിനെ അന്ന് കണ്ട പരിചയം മാത്രമേ ഉള്ളൂ. അവനെ ആദ്യമേ എനിക്കറിയാമെന്നൊന്നും ഇവൾക്കറിയില്ല. ശിവ മനസ്സിൽ ചിന്തിച്ചു. അയ്യോ, എന്നിട്ട് നല്ല പരിക്കുണ്ടോ? നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാൻ ദത്തേട്ടാ, അവൾ അവനിൽ നിന്നും അകന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് ടെൻഷനോടെ പറഞ്ഞു. ശിവയും അവൾക്കൊപ്പം ബെഡിൽ എഴുന്നേറ്റിരുന്നു. വേണ്ട, ഞാൻ കണ്ടിട്ടാ വന്നത്, അവന് ചെറിയ പരിക്കുള്ളൂ, നീയൊന്നും പോയി കാണണ്ടേ, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അവളുടെ മുഖം മങ്ങി. എന്നാ വേണ്ട, അല്ലേലും ഞാൻ ചെന്നാൽ അവർക്കൊന്നും അത് ഇഷ്ടാവില്ല, അവൾ സങ്കടത്തോടെ പറഞ്ഞു. അവളുടെ കണ്ണ് നിറഞ്ഞു. നീ എന്താ വല്ല സീരിയൽ നടിയാണോ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എവിടെന്നാ ഈ കണ്ണീര് വരുന്നത്? തുടക്കടിയത്, അവൻ കലിപ്പോടെ പറഞ്ഞു. അവൻ്റെ ശബ്ദമുയർന്നതും മിത്ര പെട്ടെന്ന് കണ്ണു തുടച്ച് തല താഴ്ത്തിയിരുന്നു. അവന് പാവം തോന്നി. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കിയതേയില്ല. നീ എന്തിനാ ഡ്രസ്സ് ചേഞ്ച് ചെയ്തേ? നമുക്ക് പുറത്തു പോണ്ടേ? അവൻ സ്നേഹത്തോടെ അവളോട് ചോദിച്ചു. എന്തോ അത് കേട്ടപ്പോൾ പെട്ടെന്ന് അവൾക്ക് ദേഷ്യമാണ് തോന്നിയത്. അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈകൾ തട്ടിമാറ്റി കണ്ണുകൾ തുടച്ചുകൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി. അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവൻ അവളെ മിഴിച്ചു നോക്കി. ഞാൻ എങ്ങോട്ടുമില്ല, ശിവേട്ട ഒറ്റയ്ക്ക് തന്നെ പോയിക്കോ, എങ്ങോട്ടാന്ന് വെച്ചാൽ. എന്നെക്കൊണ്ട് പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ എന്നോട് ദേഷ്യപ്പെട്ടു പോയത്, ഇനി ഞാൻ വരുന്നില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ദേഷ്യത്തോടെ റൂമിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവളുടെ പെട്ടെന്നുള്ള ഈ തുള്ളൽ കണ്ട് ശിവ അവളെ കണ്ണും തള്ളി നോക്കിപ്പോയി. ഈശ്വര, ഇവളിപ്പോൾ എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ട്? പണിയായോ? പെണ്ണിന് അങ്ങനെ ഇങ്ങനെ ദേഷ്യം വരാത്ത ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ പോയാൽ ശിവ, നീ കുറേ വെള്ളം കുടിക്കേണ്ടി വരും, അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ താടിയിലൊന്ന് തലോടി.
ശരിയാക്കി തരാടി കുള്ളത്തി നിന്നെ ഞാൻ, അവൻ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവളെ തിരഞ്ഞു പുറത്തേക്കിറങ്ങി. അപ്പോഴും അവൻ്റെ കണ്ണിൽ അവളോട് നിറഞ്ഞു നിന്നിരുന്ന വികാരം പ്രണയമായിരുന്നു. ശിവ റൂമിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴേ കണ്ടു സിറ്റ് ഔട്ടിലെ തിണ്ണയിൽ പുറത്തേക്ക് നോക്കി ഇരിക്കുന്നവളെ. അവനൊരു ചിരിയോടെ അങ്ങോട്ട് നടന്നു. അടുത്ത് അവൻ്റെ സാമീപ്യം അറിഞ്ഞിട്ടും അവൾ അവനെ മുഖമുയർത്തി നോക്കിയതേയില്ല. അവളുടെ മുഖം ഒന്നുകൂടി വീർത്തു വന്നു. അത് കാണെ അവന് അവളോട് വല്ലാത്ത വാത്സല്യം തോന്നിപ്പോയി. നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? അവൻ ഗൗരവത്തോടെ അവളോട് ചോദിച്ചു. അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. നിനക്കെന്താടി ചെവി വെക്കില്ലേ? ഞാൻ നിന്നോടാ ചോദിക്കുന്നത്. അവൻ ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. അവൾ മുഖം വീർപ്പിച്ച് അവനെ നോക്കിക്കൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും അവളുടെ കൈയിനെ വിടുവിപ്പിച്ചു. എന്താടി? അവൻ കപട ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. എന്താ, എനിക്കിവിടെ ഇരുന്നൂടെ? ഈ വീട്ടിൽ ഇവിടെ ഇരിക്കണം, അവിടെ ഇരിക്കരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ ഉണ്ടോ? എനിക്കറിയില്ലായിരുന്നു, അവൾ കലിയോടെ അവനോട് പറഞ്ഞു. ഹമ്മോ, ദേഷ്യത്തിലാണല്ലോടി ഭാര്യ നീ? അവൻ ചിരിയോടെ ചോദിച്ചു. എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. അല്ലെങ്കിലും ഞാൻ ആരോട് ദേഷ്യം വൈരാഗ്യം വെച്ച് നടക്കാനാ? എന്നോടല്ലേ എല്ലാവർക്കും ദേഷ്യം? അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു. അവളുടെ വേദനയോടെയുള്ള വാക്കുകൾ കേൾക്കെ അവൻ്റെ ഉള്ളിലും എന്തിനോ സങ്കടം നിറഞ്ഞു. അവൻ പെട്ടെന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ അവൻ്റെ അടുത്തേക്ക് വലിച്ച് അവളുടെ തോളിലേക്ക് മുഖം ചായ്ച്ചു വെച്ചു. മിത്ര ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അവൾ അവൻ്റെ മുഖം അവളുടെ തോളിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു. അടങ്ങിയിരിക്കും മിത്ര, അവൻ ശാസനയോടെ പറഞ്ഞു. അതോടെ അവൾ മുന്നോട്ട് നോക്കി ഒതുങ്ങിയിരുന്നു. ഞാൻ എന്തുകൊണ്ടാണ് പെട്ടെന്ന് പുറത്തേക്ക് പോയതെന്ന് നിന്നോട് പറഞ്ഞില്ലേ മിത്ര? ശരിയാണ്, അപ്പോഴത്തെ ടെൻഷനിൽ എനിക്ക് നിന്നോടൊന്നും പറയാൻ പറ്റിയില്ല. മാത്രമല്ല, ഞാൻ നിന്നോട് അല്പം ദേഷ്യത്തിലും സംസാരിച്ചു. അതിന് ഞാൻ സോറി പറഞ്ഞില്ലേ. ഇനി എന്തിനാ പിണക്കം? അവൻ മുഖം വീർപ്പിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കുന്നുണ്ട്. ഇന്നോളം കണ്ടിട്ടില്ലാത്ത പുതിയ ഭാവം. ഒരു കൊച്ചു കുഞ്ഞ് അമ്മയോട് പിണങ്ങി ഇരിക്കുന്നത് പോലെ. അവൾക്ക് ചിരിയാണ് വന്നത്. അവൾ പെട്ടെന്ന് അവളുടെ മുഖം അപ്പുറത്തേക്ക് തിരിച്ച് ചിരി കടിച്ചമർത്തി. ഞാൻ പിണങ്ങിയ ശിവേട്ടൻ എന്താ? ശിവേട്ടൻ എന്നെ ഇഷ്ടമല്ലല്ലോ, എന്നെ വെറുപ്പല്ലേ? പിന്നെന്തിനാ എൻ്റെ പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നത്? അത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ അവളുടെ തോളിൽ നിന്ന് മുഖം മാറ്റി അവളുടെ മടിയിലേക്ക് കിടന്ന് അവളുടെ ഡ്രസ്സിന് മുകളിലൂടെ അവളുടെ വയറിൽ അമർത്തി കടിച്ചിരുന്നു. ആ ശിവേട്ട! അവൾ വിറച്ചുകൊണ്ട് അവനെ വിളിച്ച് അവൻ്റെ തലമുടിയിൽ പിടിച്ചു വലിച്ചു. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല മിത്രേ. നീ പോയി രാവിലെ ചുരിദാർ ഇട്ടിട്ട് വാ, നമുക്ക് പുറത്തേക്ക് പോവാം, പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം. അവൻ പറയുന്നതിനോടൊപ്പം വസ്ത്രത്തിന് പുറത്തുകൂടെ അവളുടെ വയറിൽ തലോടിക്കൊണ്ടിരുന്നു. മിത്രയ്ക്ക് ശരീരമാകെ ഒരു വിറയൽ തോന്നി. അവൾ അവൻ്റെ കൈയിനെ അവിടെ നിന്നും പിടിച്ചു മാറ്റാൻ ശ്രമിച്ചതും അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അതോടെ അവൾ ആ ശ്രമം നിർത്തി. പറയും മിത്ര, നമുക്ക് പുറത്തു പോവാം, അവൻ അവിടെ തലോടിക്കൊണ്ട് ചോദിച്ചു. ഞാനില്ല, വിറയലോടെയുള്ള അവളുടെ ശബ്ദം. മിത്ര, നിനക്ക് ഒരവസരം കൂടി ഞാൻ തരാം. നീ ഒന്നുകൂടി ആലോചിക്ക്. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. നിനക്കറിയാലോ എന്നെ. പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ. അവൻ അവളുടെ വയറിൽ തലോടുന്നത് നിർത്തി അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കി. ഞാനില്ല ഞാനില്ല എന്ന് പറഞ്ഞ് അവൾ പറഞ്ഞു മുഴുവനാക്കും മുൻപ് ശിവ ദേഷ്യത്തോടെ അവളുടെ ടീഷർട്ട് മുകളിലേക്ക് ഉയർത്തി നഗ്നമായ അവളുടെ വയറിലേക്ക് അവൻ്റെ മുഖം പൂഴ്ത്തി വെച്ചു. ആ! അവൾ വിറച്ചുകൊണ്ട് ഉയർന്നുപോയി. അതേ നിമിഷം തന്നെ അതേ വിറയൽ അവൻ്റെ ശരീരത്തിനും സംഭവിച്ചത് അവൾ അറിഞ്ഞു. ശിവ അവളുടെ വയറിൽ നിന്നും മുഖം കുറച്ചകത്തിക്കൊണ്ട് അവളുടെ വയറിലേക്ക് തന്നെ ഉറ്റുനോക്കി. അവിടെ തെളിഞ്ഞു കാണുന്ന പൊക്കിൾ ചുഴി. അവൻ ശ്വാസമെടുക്കാൻ മറന്നതുപോലെ കിടന്നുപോയി. കണ്ണുകൾ ഇറുക്കിയടച്ച് തുറന്നുകൊണ്ട് പതിയെ അവിടെ ഒന്ന് തഴുകി. മിത്ര വിറച്ചു. അവൻ കണ്ണുകൾ മാത്രം ഉയർത്തി അവളെ ഒന്ന് നോക്കി. കണ്ണുകൾ ഇറുക്കിയടച്ച് കീഴ്ചുണ്ടിൽ സ്വയം പല്ലുകൾ ആഴ്ത്തി കൈകൾ അവൻ്റെ പുറത്തമർത്തിയിരിക്കുകയായിരുന്നു അവൾ അപ്പോൾ. അത് കണ്ടതും അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അടുത്ത നിമിഷം അവിടെ ചുണ്ടുകൾ അമർത്താനുള്ള കൊതിയോടെ ശിവ അവളുടെ വയറിനടുത്തേക്ക് ചുണ്ടുകൊണ്ടുപോയി. അവിടെ ചെറുതായി ഒന്ന് അവൻ്റെ ചുണ്ടുകൾ അമർന്ന നിമിഷം അവളുടെ വിയർപ്പും അവൻ്റെ ചുണ്ടിൽ അറിഞ്ഞിരുന്നു. അതോടൊപ്പം ഇരുവരുമൊന്ന് ഞെട്ടിപ്പോയി. വയറിലറിയുന്ന അവൻ്റെ നിശ്വാസം. അവൾ പെട്ടെന്ന് കണ്ണുകൾ വെട്ടി തുറന്നു. അവൻ്റെ ചുണ്ടുകൾ ഇപ്പോൾ അവിടെ കൂടുതൽ അമർന്നു പോകും. മിത്ര പെട്ടെന്ന് അവനെ തള്ളി മാറ്റി. അമ്മേ! ശിവ നിലത്തേക്ക് വീണുപോയി. അവൻ അവിടെ നിന്നും എഴുന്നേറ്റിരുന്ന് അവളെ കൂർപ്പിച്ചു നോക്കി. അവൾ നേരത്തെ അവൻ ചെയ്ത പ്രവൃത്തിയിൽ
കിതച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവൻ നിലത്തു നിന്ന് പതിയെ എഴുന്നേറ്റ് നിന്ന് അവളെ കപട ദേഷ്യത്തോടെ നോക്കി. എന്തിനാടി എന്നെ തള്ളി താഴെട്ടത്? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അവൾക്ക് എന്തുകൊണ്ടോ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. അവനെ തള്ളിയിട്ടപ്പോൾ അവന് വേദനിച്ചു കാണുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. എന്നിട്ടും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. അവളുടെ മുഖം ചുവന്നിരുന്നു. ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേടി? അവൻ ശബ്ദമുയർത്തി. അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ ചുവന്നു കയറിയ മുഖം അവൻ അപ്പോഴാണ് കണ്ടത്. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. അത് പിന്നെ ശിവേട്ട, നമുക്ക് പുറത്ത് പോകണ്ടേ? ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. അവൾ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ പെട്ടെന്ന് അകത്തേക്ക് ഓടിപ്പോയി. അവൻ നടുവിന് കയ്യും കൊടുത്ത് അവളുടെ ഓട്ടവും നോക്കി നിന്നു. പതിയെ അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അവൻ ചിരിയോടെ അവൻ്റെ ചുണ്ടിൽ ഒന്ന് തടവി. അവിടെ ഇപ്പോഴും അവളുടെ വിയർപ്പുണ്ടെന്ന് അവന് തോന്നി. അവൻ സ്വയം അവൻ്റെ കീഴ്ചുണ്ടൊന്ന് നുണഞ്ഞുകൊണ്ട് ചിരിയോടെ പുറത്തേക്ക് നോക്കി നിന്നു. ഇങ്ങനെ പോയ ഇവള് നിന്നെ ചീത്തയാക്കും ശിവ, അവൻ സ്വയം ചിരിയോടെ പറഞ്ഞു. റൂമിലെത്തിയ മിത്ര വാതിലടച്ച് കിതപ്പോടെ അതിലേക്ക് തന്നെ ചാരി നിന്നു. കുറച്ചു മുന്നേ നടന്ന സംഭവങ്ങൾ ഓർക്കെ അവളുടെ ശരീരം ഒന്നാകെ കുളിർന്നു. അവൾ പെട്ടെന്ന് നാണത്തോടെ മുഖം പൊത്തിപ്പിടിച്ചു. തുടരും.